ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ സൗഭാഗ്യമാണ്. പ്രത്യേകിച്ച് പള്ളിയോട സേവാ സംഘത്തിന്റെ ഭാരവാഹികൾ, ഒപ്പം പള്ളിയോട സേവാ സംഘത്തിന്റെയും ഈ ഇടശ്ശേരി മല കരയുടെയും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള മനീഷേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് ജനം ടിവിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം വിനോദേ, ഈ ദിവസങ്ങളിലൊന്നും ഒരിക്കലും മീഡിയാസിനെ ഒന്നും പള്ളിയോടത്തിൽ അങ്ങനെ കയറ്റാറില്ല. കാരണം പള്ളിയോടം എന്ന് പറഞ്ഞാൽ വളരെ വിശുദ്ധമായ ഒന്നാണ്. അപ്പോൾ നമ്മളെ കയറ്റുന്നതിന്റെ കാരണം നമ്മൾ പാർത്ഥസാരഥിയുമായി അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലായതുകൊണ്ടാണ്. വേറൊരു ചാനലിനെ അവരിങ്ങനെ എന്റർടൈൻ ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുഷ്ഠാനത്തിനും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മീഡിയ എന്നുള്ള നിലയിലാണ് അവർ ജനം ടിവിയെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് വേണ്ടി അവർ പ്രത്യേക സൗകര്യം ഒരുക്കി. നമ്മളും ആചാരം ഒന്നും തെറ്റിച്ചില്ല. നമ്മൾ ഷർട്ടിടാതെ മുണ്ടും നേരിയത് മാത്രം ധരിച്ച് നമ്മുടെ ക്യാമറമാൻ അടക്കം അങ്ങനെയാണ് ഈ പള്ളിയോടത്തിൽ കയറിയത്. ഇത്തരത്തിൽ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് മുഴുവൻ പള്ളിയോടങ്ങളും 52 പള്ളിയോടങ്ങളും അത്തരത്തിലാണ് കരയിൽ നിന്നും വളരെ വിശുദ്ധിയോടെ പവിത്രതയോടെ ക്ഷേത്രാചാരങ്ങൾ പാലിച്ച് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചാണ് ഓരോ പള്ളിയോടങ്ങളും ഓരോ കരകളിൽ നിന്നും പുറപ്പെടുന്നത്. അത് വെറ്റ പുകയിലൊക്കെ നൽകി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാണ് ഓരോ പള്ളിയോടങ്ങളും പുറപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനത്തിന്റെ നിമിഷമാണ്. അത് ശബരിമലയാണെങ്കിലും പാർത്ഥസാരഥിയുടെ ആറന്മുളയാണെങ്കിലും ശ്രീരാമന്റെ അയോധ്യ ആണെങ്കിലും അവിടെയൊക്കെ നമുക്ക് വലിയ പരിഗണന ജനം ടിവിക്ക് ലഭിക്കുന്നത്. ധർമ്മ സംരക്ഷണത്തിന്റെ പാതയിൽ നമ്മൾ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും, ഭാവിയിലും അത്തരം നിലപാടുകൾ നമ്മുടെ സ്ഥാപനം സ്വീകരിക്കുമെന്ന അടിയുറച്ച വിശ്വാസം ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ദേശീയതയോടും ഹിന്ദുത്വത്തോടും ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുണ്ട്.